ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ശർക്കര ചോറാണ്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം. ലെറ്റ്സ് ഗോ. അപ്പൊ നമുക്ക് വെള്ളം ചൂടായിട്ട് അരിയിടാം. ഇത് നോക്ക് ഗൈസ്, അവൾ പഴം തിന്ന് കട്ട് തിന്നു. അപ്പോൾ ഗൈസ് വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മൾ അരി ഇടാം. ഇതെന്താ അരി പൊന്നോ? ഇതാണ് പച്ചരി. പച്ചരി നമുക്ക് ഇടാം. നിങ്ങളൊക്കെ ശർക്കര ഇതെന്താണ് ഇനി പറയാ? ശർക്കര ചോറ്. നിങ്ങളെല്ലാവരും ശർക്കര ചോറൊക്കെ തിന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യും അല്ലേ? വാവ്. അടുത്തത് ഗൈസ്, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. വേണമെങ്കിലല്ല, പഴമില്ലെങ്കിൽ ശർക്കര ചോറ് എന്തിനു പറ്റും ഗൈസ്? പഴം ഇടാം. നമുക്ക് പഴം ഇടല്ല, നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് ഗ്ലാസ്സിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മളിത് അരിഞ്ഞ് വെക്കണം. ഗൈസ് ഭയങ്കര സ്ലോ മോഷനാണ്. ഞാനാണെങ്കിൽ വേഗം ഉണ്ടാക്കിയത് ഇത് ചെയ്യാനാണ്. എനിക്കാണെങ്കിൽ നോണ കൊട്ടിയിട്ട് വയ്യ. നമുക്ക് തൊള്ളയിലൂടെ എന്താ കപ്പലോടുള്ള സ്ഥലം ഇല്ല പോലും. തിളച്ചോണ്ടിട്ടുണ്ട്. ലാസ്റ്റ് ചോറാവോ? പഴം പീസായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ലാസ്റ്റിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? തുളസിയും കൂടെ നമ്മൾ ഇടണം. ഗൈസ് അവളുടെ ബേർഡ് കിളി പറന്നു പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ഇവിടെ ചോറ് ഇപ്പൊ കറീന്റെ കൂടെ തിന്നേണ്ടി വരുമെന്നാണ് എന്റെ സംശയം. കാരണം അങ്ങനെയാണ് അവളുടെ നീക്കങ്ങൾ. നമുക്ക് നോക്കാം. ഞാൻ പോവാണ്. കെട്ടി പോവാണോ? തിന്നാനായിട്ട് തരാം. വേണ്ട വേണ്ട, തിന്നാനായിട്ട് വരണ്ട. ഹലോ ഗൈസ്, നമ്മുടെ ഉണ്ണിമോൾ ഇതാ പാചകം ചെയ്യുന്നു. നോക്കൂ. ശർക്കര ചോറ് ഇപ്പോൾ ബിരിയാണിയാണ്. പഴം വിട്ട ബിരിയാണി. പഴം ബിരിയാണി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നോ. ഹലോ ഗൈസ്, നമ്മുടെ ചക്കരച്ചോറ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഗൈസ്, ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കാർഡമം ഇടണം. കാരണം അവൾക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. കാരണം അവൾ പഠിക്കണുള്ളൂ. അറിയില്ല. ഓരോ യൂട്യൂബിൽ ഓരോ വീഡിയോ കണ്ട് ചെയ്യാണ്. അറിയാത്ത കുട്ടിയാണ്. എല്ലാവരും ക്ഷമിക്കുക. അതുകൊണ്ട് അവൾക്ക് വേണ്ടി ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ബെൽ ബട്ടണും അടിച്ച് പൊട്ടിച്ചോളും. പാവല്ലേ
വരാത്ത കുട്ടികൾ. അപ്പോൾ ഗൈസ് നമുക്കിത് പൊടിച്ചെടുക്കാം. കാണിക്ക് എവിടെയോ. ആ ഗൈസ് തന്നിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്ന പല്ലിക്കാട്ടന്മാരില്ലേ? പല്ലി മനുഷ്യപ്പല്ലിയാണ്. ഇതെന്താ ഹിപ്പോപ്പൊട്ടാമസോ? എൻ്റെ പല്ല തടുത്ത് കാണി. ഇപ്പൊ റെഡിയാ? ഓക്കെ. അപ്പൊ നമുക്കിത് എന്താക്കണം? നമുക്കിത് നിങ്ങളെ തലക്കിട്ട് കൊടുക്കാം. ഗൈസ് അത് ആ പൊട്ടത്തിയുടെ തലക്കിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പൊ അവള് ലിസാർഡിന്റെ കാഷ്ടം പൊടിക്കുന്നുണ്ട്. ഗൈസ് ഞാൻ വെറുതെ പറയുന്നതാണ്, തമാശക്ക് എടുക്കാട്ടോ ഇതൊക്കെ. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നുന്നില്ലെങ്കിൽ ആ ദേശം നിങ്ങൾ ബെൽ ബട്ടണോട് കാണിച്ചോളൂ, അടിച്ചു പൊട്ടിക്കാം. ഓക്കെ, നമ്മുടെ ഇത് തോര് പൊടിച്ചു കഴിഞ്ഞു. ഇത് നമുക്ക് ഇനി പൊടിച്ചെടുക്കാം. ഓ ലിസാർഡ് ഇപ്പോ യെല്ലോ കളറിലെ കാഷ്ടമാണല്ലോ ഗൈസ് ഇടുന്നത്. നന്നായി പൊടിച്ചെടുക്കണം. ഓ ആ നല്ല മണം ഇപ്പം തന്നെ വരുന്നുണ്ട്. നമ്മൾ ആ ഒരു ശർക്കരേൻ്റെ മണം. ഹായ് വാ. പക്ഷെ എന്തൊക്കെ ആയാലും നമ്മൾ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് വേറെ ഒന്നിനും കിട്ടില്ല അല്ലേ പൊന്നു? ഓ മൈ ഗോഡ്, അതേന്നൊക്കെയാണ് പറയുന്നത്. ഗായ്സ് എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം പറയാനുള്ളത്, ഞങ്ങളെ ഫസ്റ്റ് അതായത് ഞാനും എൻ്റെ ചേച്ചി പൊന്നുവും കൂടി ഫസ്റ്റ് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഇത് ഉണ്ടാക്കാൻ നിങ്ങൾ ക്ഷമിക്കുക. ഞങ്ങൾ ഫസ്റ്റാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ വീഡിയോസ് ഒക്കെ ഇടാറുണ്ട്, ഷോർട്സ് ഒക്കെ ഇടാറുണ്ട്. ബട്ട് നമ്മൾ കുക്കിംഗ് വീഡിയോ നമ്മളങ്ങനെ ചെയ്യാറില്ല, ഫസ്റ്റാണ്. അപ്പോൾ അതും നമ്മൾ അമ്പലത്തിലുണ്ടാക്കുന്ന ശർക്കര ചോറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെയധികം സന്തോഷമായി. ആൻഡ് വൺ ഓഫ് ദിസ് എന്താ അറിയില്ല, നമുക്ക് കുറച്ചുകൂടി ശർക്കര. ഓ എന്തൊക്കെയോ അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. പേടിയാകുന്നു. ഞാൻ ഇവിടെ പേടിച്ച് വരച്ചാണ് ഇവിടെ ഇരിക്കുന്നത്. മധുരം നോക്കിയാ കഞ്ഞിയായിപ്പോ കഞ്ഞിയായി ഗായ്സ്. എക്സ്പ്രഷൻ ഒന്നും ചിരിക്കണ്ട, അന്നെ എടുത്ത് അറിയൂ. ഞാൻ എന്തൊക്കെ അടി പിടിച്ചടി. അടി പിടിച്ചിട്ടൊന്നും ഇല്ലേ, കോളാക്കല്ലേ ഉണ്ണിമോളെ. ഉണ്ടാ കോളാക്കി. അടുത്തത് ഗായ്സ് നമുക്ക് കോക്കനട്ട് ചിരകിയതാ. നമുക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കാം. തേൻ ഇതിൽ ഒഴിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റി. നല്ല മണമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അവളെ കിളി പോയി. ഗൈസ് വർത്താനത്തിനിടയിൽ ഞങ്ങൾ പഴം ഇട്ടു. കാണിക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് അറിയാലോ പഴം ഇടാനൊക്കെ നമുക്ക് അറിയാം. കിട്ടുള്ളൂ കേട്ടോ പഴം. നമ്മുടെ സ്വന്തം മേലക്ക പൊടിച്ചിട്ടു ഗൈസ്. നമ്മൾ ഏലക്ക പൊടിച്ചത് ഗൈസ്. നമ്മൾ ഈ ഒരു ശർക്കര ചോറ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അമ്പലത്തിലത്തെ ഫീലൊക്കെ കിട്ടണമെങ്കിൽ, ആ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് നമ്മുടെ തുളസിയില്ലേ അത് ഇടുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഗൈസ് നമ്മുടെ ശർക്കര ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഗൈസ് സൂപ്പർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ആ ഒരു ലുക്കിലൂടെ തന്നെ നിങ്ങൾ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇനി ഞാൻ തിന്നിട്ട് വരാം. ഇനി തിന്നു അമ്മ ടേസ്റ്റ് നോക്കാൻ വരുന്നുണ്ട്. അമ്മ വരൂ വരൂ. വലിയ ജാട വിളിക്കുമ്പോൾ തന്നെ ജാട കാണിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും. വിളിക്ക് അമ്മ വാ. പക്ഷെ അമ്മയ്ക്ക് കുറച്ച് ജാടയാണ്. അമ്മ കേൾക്കണ്ട, നമ്മൾ തലക്കടി. ഗൈസ് അമ്മ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യും. അപ്പം അതുകൊണ്ട് മേലത്തെ റൂമിലാണ് അമ്മ സ്റ്റിച്ചിങ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വീട്ടിലൊന്നും വരാത്തത്.
അടിപൊളിയാണ്. കൊള്ളാം. അവരൊക്കെ ഉണ്ട്. കുറച്ചും കൂടി കുറച്ചുകൂടി നന്നായി. ഉണ്ടായിരുന്നു. കുറച്ചും കൂടി കുറച്ചുകൂടി മധുരം. അപ്പോൾ ഗൈസ് ഞാൻ നോക്കി നിന്ന് സഹായിച്ചത് കൊണ്ട് പറയല്ല. നല്ല രസമുണ്ട്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി ജോലി പറയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. ബൈ ബൈ.